Hi, hello. Welcome back to my YouTube channel. This is a facial. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ ആയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അതേ എഫക്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടോ. പിന്നെ അതുമല്ല നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം അറിയാലോ എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അതേ ഒരു എഫക്റ്റിൽ നമുക്ക് ഫംഗ്ഷനൊക്കെ പോകാൻ പറ്റിയ നമുക്ക് പാർലറിലൊക്കെ പോയി ചെയ്യുന്ന ഒരു എഫക്റ്റിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസിങ്ങും പിന്നെ സ്ക്രബിങ്ങും പിന്നെ ഒരു ഫേസ് മാസ്കും ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലെൻസിങ്ങിന് ഞാൻ റോസ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ച തന്നെയാണ്, ഓൺലൈനിലൊന്നുമല്ല. അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ കുറച്ചെടുത്തിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരു 5-6 ഡ്രോപ്പ് എടുത്തിട്ടുള്ളൂ. ആയു ഭയങ്കര കളിയിലാണ് കേട്ടോ. ബാക്കിൽ നിന്ന് ഉറങ്ങി എണീറ്റിട്ട് ഉള്ള കളിയിലാണ്. അപ്പൊ നമ്മുടെ ഫേസ് എങ്ങനെ ഡള്ളായി കിടക്കുകയാണെങ്കിലും ഭയങ്കര ടാൻ അടിച്ച് നിൽക്കുകയാണെങ്കിലും ഒക്കെ എളുപ്പത്തിൽ മാറാനുള്ളൊരു ഫേഷ്യൽ തന്നെയാണിത്. അപ്പൊ നമ്മൾ അധികം ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ചെയ്യാം. വലിയ ടൈമും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിലും നൈറ്റൊക്കെ വന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാലോ പാർലറിൽ പോയി ചെയ്താലും നമ്മള് ഫേഷ്യൽ ചെയ്താലും പുറത്തിറങ്ങി അങ്ങനെ വെയിലൊന്നും കൊള്ളരുതല്ലോ. അതേമാതിരി തന്നെയാണ് നമ്മൾ ഫേസിൽ ഇപ്പൊ എന്ത് ചെയ്താലും നമ്മള് അങ്ങനെ വെയിലൊന്നും കൊള്ളരുത്. അപ്പൊ അത് ചെയ്യുമ്പോ നൈറ്റോ ഈവനിങ് ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാൻ ഫസ്റ്റ് ക്ലെൻസർ ആയിട്ട് കുറച്ച് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിന്. പിന്നെ സ്ക്രബിനായിട്ട് ഞാനൊരു തേയിലപ്പൊടിയാണ് എടുക്കുന്നത്, ടീ പൗഡർ. ഈ ഒരു സ്പൂണിലാണ്, കയ്യിലേക്ക് തന്നെ ഇട്ടെടുത്താൽ മതി. സിമ്പിളാണ് ഇത്, നമുക്ക് വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ ചെയ്യാം. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ഫേഷ്യലാണ്. അപ്പോൾ ഒരു സ്പൂണോളം, ഇത്രയൊന്നും വേണ്ട, കുറച്ച് മതി, ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം. ഓയിലി സ്കിന്നുകാർക്ക് പാല് അത്ര സ്യൂട്ടല്ല. അപ്പൊ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ പാല് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം. ഞാന് കുറച്ചൊന്ന് ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് റോസ് വാട്ടറാണ് അപ്ലൈ ചെയ്യുന്നത്. റോസ് വാട്ടറും ചെയ്യാം. സൗണ്ട് റോസ് വാട്ടറിന്റെ എഫക്റ്റ് കിട്ടൂല. സോ വേഗം എടുത്തത് കുറച്ച് കൂടിപ്പോയി. ഇത്ര തേയിലപ്പൊടി വേണ്ട കേട്ടോ, 1/2 സ്പൂണ് മതി. ശരിക്കും അപ്പൊ ഏതെങ്കിലും പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ടാൽ മതി. ഡ്രസ്സിലൊക്കെ ആയാലും ഇതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം.
അപ്പോൾ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഫേസ് മാസ്ക് ഇടുന്നത്. വായിലൊക്കെ പോയി ഓക്കെ. നമ്മൾ നെക്കിലൊക്കെ ബാക്കിലേക്കൊക്കെ തേച്ച് കൊടുക്കാം. അപ്പം തേക്കുന്നില്ല. നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറും. വൈറ്റ് ഹെഡ്സും ഡാർക്ക് സ്പോട്ടും മൂക്കിൻ്റെ അവിടെയൊക്കെ എടുക്കുള്ള ഒക്കെ ഉണ്ടെങ്കിലൊക്കെ വേഗത്തിൽ റിമൂവ് ആവും. ഇതാ ഓക്കെ. നമുക്കിത് വാഷ് ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ ആ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നു. കുറച്ചൊരു ഗ്ലോ തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്കിലേക്ക് നടക്കാം. ആകപ്പാടെ നനഞ്ഞ ഫേസൊക്കെ വാഷ് ചെയ്ത്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലെൻസ് ചെയ്ത സമയത്ത് റോസ് വാട്ടർ ഇൻ കേസ് ഇല്ലെങ്കിൽ നമുക്ക് പാല് യൂസ് ചെയ്യാം കേട്ടോ. ഉണ്ട് നമ്മളെ കയ്യിൽ അഥവാ ഈ റോസ് വാട്ടർ ഇല്ലെങ്കിലും നമുക്ക് പാല് വെച്ച് ഞാനൊന്ന് ക്ലെൻസ് ചെയ്യാം. അങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ആണുള്ളത്. അപ്പോൾ റോസ് വാട്ടർ എടുത്തു. പിന്നെ അതുമല്ല എൻ്റെ ഇത് കുറച്ചൊരു ഓയിലി സ്കിന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഈ റോസ് വാട്ടർ യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓക്കെ, ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് റോസ് വാട്ടർ യൂസ് ചെയ്തത്. ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് പാലൊക്കെ യൂസ് ചെയ്യാം. ഈ ഫേസ് പാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ പൊടിച്ചതാണ്. ഒരു സ്പൂൺ, ഈ ഒരു സ്പൂൺ 1.5 സ്പൂണാണ് നമ്മൾ എടുത്തത്. ഓക്കെ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 2, 3, 4 ഡ്രോപ്പ് 5-6 ഡ്രോപ്പ് റോസ് വാട്ടർ ആഡ് ചെയ്തു. ബാക്കി ഞാൻ ഹണിയാണ്, തേനാണ് യൂസ് ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്ക് പാലുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഇത് കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് റോസ് വാട്ടറോ തേനോ അങ്ങനെയൊക്കെ ഉള്ളതാണ് സ്യൂട്ടാവുക. അല്ലെങ്കിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏത് സ്കിന്നാണ് നമ്മൾ നോക്കിയിട്ട് ചെയ്യുക. ഇതൊന്ന് മിക്സ് ആവുന്നത്ര തേനാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫേസ് പാക്ക് നമ്മുടെ ഫേസിൽ ഡാർക്ക് സ്പോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ്. അപ്പോൾ ഉലുവയും തേനും ഇൻകേസ് പാലാണെങ്കിലും കൂടി നല്ല റിസൾട്ടാണ്. നമുക്ക് എല്ലാവരും ട്രൈ ചെയ്തെടുക്കുക. ഇപ്പം ഇത് ഡെയിലി ചെയ്യുന്നതിനോടും കുഴപ്പമില്ല. ഉലുവേണ്ടത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാൻ യൂസ്ഫുൾ ആണ് ഭയങ്കരമായിട്ടും. അതേമാതിരി ടാന് ഒക്കെ ഭയങ്കര ചൂടാണല്ലോ. നല്ല രീതിക്ക് ടാൻ അടിക്കുന്ന ചാൻസ് കിട്ടുന്നത്. സൺസ്ക്രീനൊക്കെ തേക്കുന്നതിനോട് കുറച്ചൊക്കെ മാറ്റം ഉണ്ടാവും. ഉലുവപ്പൊടി ഞാൻ ഈ ഒരു 2 സ്പൂണാണ് കേട്ടോ ഉലുവായിട്ട് എടുത്തത്. കുറച്ചൊക്കെ ഒക്കെ ഞാൻ വീട്ടിൽ വാങ്ങിച്ച് പൊടിച്ചതാണ്. മിക്സിയിലിട്ട് നല്ലോണം
20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം അധികം സംസാരിക്കണം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ അടിപൊളിയല്ലേ? വെളുത്തോ? ആ ഡാർക്ക്നെസ് ഒക്കെ അടുപ്പോയി നമുക്ക് അടിപൊളിയല്ലേ? ആര്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാവണില്ല. നല്ല രീതിക്ക് ടാനൊക്കെ റിമൂവ് ആയിട്ടുണ്ട്. കണ്ടാ മനസ്സിലാവും കേട്ടോ. ഇത് വയലായി ഒരു അടിപൊളി. ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പാക്കാണ്. ഡെയിലി യൂസ് ചെയ്തില്ലെങ്കിലും വീക്ക്ലി വൺസ് എങ്കിലും ട്വൈസ് എങ്കിലും യൂസ് ചെയ്യാൻ നല്ല റിസൾട്ടാണ്. ഡാർക്ക് സ്പോട്ട് മാറാനും നമ്മളെ ചുവപ്പ് കണ്ണം ടാനൊക്കെ റിമൂവ് ആകാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു പാക്കാണ്. ഇനി അതാ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ അന്നേരം നമുക്കിത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിമ്പിളുള്ള നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാന്. സോ എല്ലാരും ട്രൈ ചെയ്തൊക്ക. അപ്പൊ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. അപ്പൊ ഇതാ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നാണ്. നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.